അനുദിനം ഈശോയോടൊപ്പം ഈശോയോടൊപ്പം. ഈ പ്രഭാത ആരാധനയിൽ ഈ ദിനം ഈശോടൊപ്പം ജീവിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് ദൈവമേ തിരുസന്നിധിയിൽ വന്നു കൂടിയിരിക്കുന്ന ഓരോ വ്യക്തിയെയും കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുന്ന സമയം എല്ലാ ജീവിതങ്ങളെയും അവിടുന്ന് അനുഗ്രഹവും അഭിഷേകവുമായി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കണ്ണുനീര് ഒപ്പണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈ ദിനത്തെ ഓരോ അധ്വാനങ്ങളും ഓരോ യാത്രകളും ഓരോ പ്രവർത്തനങ്ങളും ഈശോയെ അനുഗ്രഹവും അഭിഷേകവുമായി മാറ്റണമേ എന്ന് ആഗ്രഹിച്ച് ഇരുകരമുയർത്തി നമുക്ക് സ്തുതിക്കാം. യേശുവേ എന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഈ ദിനമലിന് അഭിഷേകത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നത് ദൈവമേ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന തിരുവചനം 2 കൊറിന്തോസ് 9-8 അഭിഷേകത്തിന് വേണ്ടിയാണ്. തിരുവചനം ഇപ്രകാരമാണ് പറയുക: നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സമൃദ്ധമായി ഉണ്ടാകാനും സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ കഴിവുറ്റവനാണ് ദൈവം. ഈ ദൈവം കഴിവുറ്റ ദൈവമാണ്. ഈ ദൈവം അനുഗ്രഹത്തിൻ്റെ ദൈവമാണ്. ഈ ദൈവം കരുണയുടെ ദൈവമാണ്. എത്രയോ മകൾ ഈ സത്യം തിരിച്ചറിയുന്നില്ല. ദൈവമേ, അങ്ങ് കഴിവുറ്റ ദൈവമാണ് എന്ന്, ശക്തനായ ദൈവമാണ് എന്ന് ഞങ്ങൾക്ക് അനുദിനം നിമിഷം ആവശ്യമായതെല്ലാം നൽകാൻ കഴിവുള്ളവനാണ് ദൈവമെന്ന്, എൻ്റെ ദൈവം ശക്തനാണെന്ന് ഈ ഒരു തിരിച്ചറിവ് ദൈവമേ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഉറ്റവർക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈ ദൈവം ശക്തനാണ്, കഴിവുറ്റവനാണ്. ഈ തിരിച്ചറിവിൻ്റെ അഭിഷേകം ഈ സമയം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ച് ഇരുകരങ്ങളുടെ സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് സ്തുതിക്കാം. യേശുവേ യേശുവേ എന്ന് സ്തുതിക്കാം. ഈ സമയം ഈശോ തരുന്ന ആശീർവാദം നമ്മൾ സ്വീകരിക്കുക. സാധിക്കുന്നവരെ മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ഈശോ തരുന്ന ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരേ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ 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 ആരാധന
എൻ്റെ പേര് പോൾ, അങ്കമാലിയിൽ നിന്നും വരുന്നു. ഈ ജനുവരി 18-ാം തീയതി ഉണ്ടായിരുന്ന ആന്തരിക സൗഖ്യ ധ്യാനത്തിൽ ഏഴുമുട്ടം താബോർ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ഞാൻ പങ്കെടുത്തിരുന്നു. ഈ ധ്യാനം വഴി ദൈവം നൽകിയ അനുഗ്രഹങ്ങളാണ് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നത്. 3 സാക്ഷ്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നാമത്തെ സാക്ഷ്യം, ഞായറാഴ്ച ധ്യാനത്തിന് പോരുവാൻ തുടങ്ങുന്നതിന് മുമ്പ് ഭക്ഷണം കഴിച്ചപ്പോൾ തൊണ്ടയിൽ നിന്നും ഭക്ഷണം ഇറങ്ങാതെ വരികയും ശരീരം മുഴുവൻ ചൂടാവുകയും വിയർക്കുകയും ചെയ്തു. ഞാൻ ഒരു ഹൃദ്രോഗിയാണ്. 4 മാസമായുള്ളൂ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ട്. അതുകൊണ്ട് വീട്ടിലുള്ളവർ എന്നെ ധ്യാനത്തിന് പോരുവാൻ സമ്മതിച്ചില്ല. ഞാൻ കർത്താവിൽ ആശ്രയിച്ച് ധൈര്യമായി പോന്നു. ധ്യാനത്തിന് പോരും വഴി എൻ്റെ അസ്വാസ്ഥ്യമെല്ലാം കർത്താവ് എടുത്തു മാറ്റി. ഈ സമയം വരെ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഈശോയ്ക്ക് നന്ദി, സ്തോത്രം. രണ്ടാമത്തെ സാക്ഷ്യം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ദേഷ്യമാണ് എന്നെ ഭരിച്ചിരുന്നത്. എന്നാൽ ധ്യാനത്തിൽ പങ്കെടുത്തത് വഴി കർത്താവ് ക്ഷമയും ശാന്തയും തന്ന് എന്നെ അനുഗ്രഹിച്ചു. ഈ അനുഭവം പറ്റാൻ സാധിക്കുന്നതല്ല. ഈശോയ്ക്ക് നന്ദി, സ്തോത്രം. മൂന്നാമത്തെ സാക്ഷ്യം, കുംസാരം എന്ന കൂദാശ ഞാൻ ഗൗരവമായി എടുത്തിരുന്നില്ല. എന്നാൽ ഈ ധ്യാനം വഴി നല്ലൊരു കുംസാരം നടത്തിയപ്പോൾ ലഭിച്ച അനുഭവം പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. ഇതിനപ്പുറമാണ്. ഒരു പുതിയ വ്യക്തിയായി ഞാൻ മാറുകയായിരുന്നു. പരിശുദ്ധ താബോർ മാതാവ് വഴി ഈ അനുഗ്രഹം നൽകിയ ഈശോയ്ക്ക് നന്ദി, സ്തോത്രം, സ്തുതി, മഹത്വം. ഈ ദിനം ഈശോയോടൊപ്പം